ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. മക്കളെ, നാളത്തെ ദിവസം എന്ന് പറയുന്നത് മക്കളുടെ മനസ്സിലൊക്കെ ഒരുപാട് ആളുകൾക്ക് പേടിയുള്ള ദിവസമായിരിക്കും. ബിക്കോസ് ബയോളജിയുടെയും സോഷ്യൽ സയൻസിന്റെയും എക്സാമിനേഷൻ ഒരുമിച്ചിട്ടുള്ളത്. രണ്ടിനും ആണെങ്കിൽ പഠിക്കാൻ അത്യാവശ്യം നന്നായിട്ട് കോണ്ടന്റുകളും ഉണ്ട്. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ അടിക്കുകയാണോ? ഇപ്പൊ സോഷ്യലിന്റെ കാര്യത്തിൽ തന്നെ നമുക്കറിയാം 17 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജിയോഗ്രഫിയുടെ ഭാഗത്ത് വരാൻ സാധ്യതയുള്ള ഓരോ ചാപ്റ്ററുകളിലെയും ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നാലോ? കൃത്യമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ നിർബന്ധമായിട്ട് മക്കൾ കാണണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാരത്തോണിൽ സെറ്റ് ആക്കുകയും ചെയ്യും. സോ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വെതർ ആൻഡ് ക്ലൈമറ്റ്, അഥവാ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എസ്എ ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ ആദ്യം തന്നെ ഡ്യൂണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറും അഥവാ ദൈനിക താപമാനവും ഡെയിലി മീൻ ടെമ്പറേച്ചർ ദൈനിക ശരാശരി താപനിലയും കൃത്യമായിട്ട് എങ്ങനെയാണ് കണ്ടെത്താന്ന് പഠിച്ചു നോക്കണം. ഡ്യൂണൽ റേഞ്ച് എങ്ങനെ കാണാം? മാക്സിമം ടെമ്പറേച്ചർ മൈനസ് മിനിമം ടെമ്പറേച്ചർ. ഏറ്റവും കൂടിയ താപനില കുറഞ്ഞ താപനില കുറച്ചാൽ മാത്രം മതി. മീൻ ടെമ്പറേച്ചർ ആണെങ്കിലോ മാക്സിമം പ്ലസ് മിനിമം ഡിവൈഡഡ് ബൈ 2. അത് എങ്ങനെയാ കണ്ടെത്തുക? അതിന്റെ ഒരു 2-3 ക്വസ്റ്റ്യൻസുകളൊക്കെ മക്കളൊന്ന് ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ ഡ്യൂണൽ റേഞ്ച് നമ്മൾ എന്ത് ചെയ്യുന്നു കാണാൻ വേണ്ടി നമ്മളോട് ചോദിക്കാം. ഒരു ഡ്യൂണൽ റേഞ്ച് കാണാൻ ചോദിക്കുകയാണ്. മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു മാക്സിമം ടെമ്പറേച്ചർ ഒരു സ്ഥലത്തുള്ള 32 ആണെന്നുണ്ടെങ്കിൽ മിനിമം ടെമ്പറേച്ചർ 28 ആണെന്നുണ്ടെങ്കിൽ ഡ്യൂണൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. മാക്സിമം മൈനസ് മിനിമം എന്നാണ് ഡിവൈഡ് നമ്മൾ പറയുന്നത്. അതേസമയം അവിടുത്തെ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 32 പ്ലസ് 28 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. അഥവാ നമ്മൾ 0 അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, 3 അല്ല 6 നമ്മൾ എന്ത് ചെയ്തു, 60 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 30 എന്ന് കിട്ടും. അതാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ശരാശരി താപനില. ഇതാണ് ഡ്യൂണറൽ റേഞ്ച് എന്ന് പറയാറുള്ളത്, അഥവാ ദൈനിക താപാന്തരം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് കണ്ടെത്തുന്നത് മക്കൾ പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് എന്തെയും ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതകളാണ്. അതുപോലെ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ഏരിയ ആണ് മക്കളെ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ? താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാറ്റിറ്റ്യൂഡ്, അക്ഷാംശീയ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇക്വറ്റോറിയൽ ഏരിയ ഭൂമധ്യരേഖ പ്രദേശത്ത് എന്തായിരിക്കും ടെമ്പറേച്ചർ എപ്പോഴും കൂടുതലായിരിക്കും. വെൻ വി ആർ മൂവിംഗ് ടു ദ പോൾ സൈഡ്, ധ്രുവ പ്രദേശത്തേക്ക് പോകുകയാണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടായിരിക്കും. പഠിച്ചു വെക്കണേ. ആൾട്ടിറ്റ്യൂഡ്, സമുദ്രത്തിൽ നിന്നുള്ള ഉയരം എന്ന് പറയുന്നത്. അതോ ഉയരം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് മൗണ്ടൻസിന്റെ മുകളിലൊക്കെ ടെമ്പറേച്ചർ കുറയുള്ളത്. ഡിസ്റ്റൻസ് ഫ്രം ദ സീ, സമുദ്രത്തിനോടുള്ള സാമീപ്യം എന്ന് പറയുന്നത്. അതോ ഈ ഏരിയ ഈസ് ക്ലോസസ്റ്റ് ടു ദ സീ, അല്ലെങ്കിൽ കടലിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ ദ സീ മോഡറേറ്റ് ഇൻ ദ ക്ലൈമറ്റ്, കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന ആളാണ് കടൽ എന്ന് പറയുന്നത്. ദെൻ ഓഷ്യൻ കറന്റ്, സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഫ് ദ വാം കറന്റ് പാസിംഗ് ത്രൂ ആൻ ഏരിയ, ഒരു സ്ഥലത്ത് കൂടെ ചൂടുള്ള വാമായിട്ടുള്ള അഥവാ ചൂടുള്ള ജലമാണ് പ്രവഹിക്കുന്നതെങ്കിൽ സഞ്ചരിക്കുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും? ചൂടായിരിക്കും ഉണ്ടാവുക. തണുത്താണെങ്കിൽ തണുപ്പായിരിക്കും. റിലീഫ് അഥവാ ഫിസിയോഗ്രഫി എന്ന് പറയും, ഭൂപ്രകൃതി എന്ന് പറയും. സൺലൈറ്റ്, സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്ന സ്ഥലത്ത് ചൂട് കൂടുതലും, അതേസമയം അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ചൂട് കുറവുമായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിന്റെയൊക്കെ ഡീറ്റെയിലുകൾ മക്കളെല്ലാം പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിലുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനും നിൽക്കുന്നതാണ്. സോ അതുകൊണ്ട് ഷോർട്ട് ആക്കിയിട്ട് ഈ ഒരു കാര്യങ്ങൾ പഠിച്ചു വെക്കണമെന്ന് മനസ്സിലാക്കി വെക്കാം. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്, ആഗോള മർദ്ദ മേഖലകൾ എന്ന് പറയുന്ന ഭാഗം. അതിൽ നമുക്കറിയാലോ, നമ്മൾ മർദ്ദ മേഖലകൾ പഠിച്ചിട്ടുണ്ട്. ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. എന്തുകൊണ്ടാണ് സ്ഥലം ലോ പ്രഷർ ആയതെന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഈ ഓരോ മർദ്ദ മേഖലകളും എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളതും അതിന്റെ റീസൺസും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്, ആഗോള മർദ്ദ മേഖലകൾ ചോദിക്കും. അതിന്റെ കൂടെ തന്നെ അതിന്റെ ഡീറ്റെയിലും കൂടെ നമ്മളോട് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറയാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുക. നമ്മളെ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ മക്കൾ പ്രധാനമായിട്ട് പ്രതീക്ഷിക്കേണ്ട മാപ്പ് കേട്ടോ. നമ്മളെ ഡെസേർട്ട് റീജിയൻ ഒക്കെ ഇല്ലേ, അതിന്റെ മാപ്പാണ് സെക്കൻഡ് ചാപ്റ്ററിൽ മക്കൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ. എന്നാൽ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകുകയാണെങ്കിൽ മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക് എന്ന് പറയുന്ന ഫ്രം ദ റെയിനി ഫോറസ്റ്റ് ടു ലാൻഡ് ഓഫ് പെർമഫ്രോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ. ഇവിടെ മക്കൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നു? നമ്മൾ പഠിച്ചു വെക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഇക്വറ്റോറിയൽ റീജിയനും അതുപോലെ തന്നെ നമ്മൾ ടണ്ട്ര റീജിയനും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ, തമ്മിലുള്ള ഡിഫറൻസുകൾ കൃത്യമായിട്ട് മക്കളൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. നമ്മുടെ ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് പറഞ്ഞാൽ ചൂട് കൂടുതലായിരിക്കും, ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലായിരിക്കും. ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ശരാശരി താപനില എന്ന് പറഞ്ഞാൽ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒക്കെ നമുക്ക് അറിയാവുന്ന പഠിച്ചിട്ടുള്ളതാണ്. അവിടെയാണ് നമ്മൾ ആരൊക്കെ ജീവിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു? ഒറാങ്ങസ്ലി, ആമസോൺ, നമ്മൾ എന്ത് ചെയ്തു? ഇന്ത്യൻ ട്രൈബ്സ് ഒക്കെ ജീവിക്കുന്ന അവിടെയാണുള്ളത്. അതുപോലെ തന്നെ പിഗ്മികൾ ജീവിക്കുന്ന അവിടെയാണ്. അതേസമയം നമ്മൾ നേരെ ഇവിടേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ടണ്ട്ര റീജിയനിലേക്ക് പോകുന്ന ഇന്യൂട്ടുകൾ അഥവാ എസ്കിമോകൾ ജീവിക്കുന്ന ഭാഗമാണ്. ഭയങ്കരമായിട്ട് തണുപ്പുള്ള സ്ഥലമായിരിക്കും. എപ്പോഴും ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ മൈനസിലായിരിക്കും ഉണ്ടായിരിക്കുക. അവിടെ സമ്മർ സീസൺ ഉണ്ടാവാറില്ല. മറ്റിടത്താണ് വിന്റർ സീസണും ഉണ്ടാവാറില്ല. അതിന്റെ ഒരു കമ്പാരിസൺ
കമ്പാരിസൺ ചാർട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാണ് പഠിച്ചു വെക്കേണ്ടത്. അതുപോലെ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ഇക്വറ്റോറിയൽ ഏരിയ ഫേസ് ചെയ്യുന്ന ഭൂമധ്യരേഖാ പ്രദേശം നേരിടുന്ന വെല്ലുവിളികൾ ഏതൊക്കെ, ചാലഞ്ചസ് ഏതൊക്കെ എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതിൽ പ്രധാനമായിട്ടും ഞാൻ ഈ പ്രാണിയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇൻസെക്ട്സ് അഥവാ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രാണികളും കീടങ്ങളും ഒക്കെ ഉണ്ടാവും, ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടാവും. അതിന് റീസൺ എന്താണ്, ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ് ഉണ്ടായതുകൊണ്ടാണ്, ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായത്. അത് ക്രോപ്പ് ഡാമേജുകൾ, വിളകളൊക്കെ നശിച്ചു പോകാനും ഡിസീസുകൾ അഥവാ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാനും എന്ത് ചെയ്യും, കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, മിക്ക സ്ഥലങ്ങളിലും ബേസിക് ഫെസിലിറ്റീസുകൾ, അടിസ്ഥാന സൗകര്യങ്ങളില്ല. അവിടെ ലക്ഷറൻ ഫോറസ്റ്റ് ആണ്, നിബിഡമായ വനങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മരങ്ങൾ മുറിച്ചു കൊണ്ടുപോകുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യാണ്, ബേസിക് ഫെസിലിറ്റികളോ അടിസ്ഥാന സൗകര്യങ്ങളോ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, അവിടെ എങ്ങാനും നമ്മൾ മരങ്ങൾ മുറിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ ലാലങ് എന്ന് പറയുന്ന പുല്ലുകൾ വളരും. ഇതുപോലെ തന്നെ ഉയർന്ന പുല്ലുകളാണ്, ലാലങ് എന്ന് പറയുന്ന പുല്ലുകൾ വളരും. ഇതൊക്കെ അവിടുത്തെ ജനങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഇതിലെ ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ അവരെ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. എന്നാൽ അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ എക്കണോമിക്സിന്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. നമ്മൾ കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണവും എന്ന് പറയുന്ന ഭാഗം. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ടിയുയും എംയുയും എന്ന് പറയുന്നത്, അഥവാ ടോട്ടൽ യൂട്ടിലിറ്റിയും അതുപോലെ തന്നെ സീമാന്ത യൂട്ടിലിറ്റി അഥവാ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇവയുടെ ഗ്രാഫ് കൃത്യമായിട്ട് മക്കളൊന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കണം. ടിയു കൂടിക്കൊണ്ടേ ഇരിക്കും ഉണ്ടായിരിക്കും. ആദ്യം കൂടി പിന്നീട് മാറ്റമില്ലാതെ ആയിട്ട് വരും, അഥവാ ടോട്ടൽ യൂട്ടിലിറ്റി മാറ്റമില്ലാതെ ആയിട്ട് വരും, പിന്നീട് കുറയാൻ തുടങ്ങും. അതേസമയം മാർജിനൽ യൂട്ടിലിറ്റിയുടെ കഥയിലേക്ക് മാർജിനൽ യൂട്ടിലിറ്റി എപ്പോഴും ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സീമാന്ത ഉപയുക്തത നിയമം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും, എപ്പോഴും കുറഞ്ഞുകൊണ്ടായിരിക്കും. നമ്മൾ വെൻ യു ആർ കൺസ്യൂമിങ് എ പ്രൊഡക്റ്റ്, നമ്മളൊരു വസ്തു കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കുറയുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അവിടേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ടോട്ടൽ യൂട്ടിലിറ്റി മാറ്റമില്ലാതെ വരുന്ന സമയത്ത് നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. അതേസമയം ടോട്ടൽ യൂട്ടിലിറ്റി കുറയാൻ തുടങ്ങുന്ന സമയത്ത് മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യും, മൈനസിലേക്ക് വരും. അതിനെന്ത് ചെയ്യുന്നു, ഈ ഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ചെറുതായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് വിട്ടുപോയ ഒരു സാധനമാണ് ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ. ഇതിൽ എക്സ് ആക്സും വൈ ആക്സും കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടില്ല. എക്സ് ആക്സും വൈ ആക്സും കൃത്യമായിട്ട് മാർക്ക് ചെയ്താലാണ് നമ്മൾ എന്ത് ചെയ്യാണ്, ആ 0യുടെ പോയിന്റ് ഒക്കെ കൃത്യമായിട്ട് മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ നോക്കുക, ഇവിടെ മാറ്റമില്ലാതെ വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി 0 ആയിട്ട് വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറയാൻ തുടങ്ങുന്ന സമയത്ത് മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യാണ്, മൈനസിലേക്കാണ് വരുന്നത്. അത് കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അതുപോലെ ഇവിടുന്ന് ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ലിമിറ്റേഷൻസ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അപജയ സീമാന്ത ഉപയോക്ത നിയമത്തിന്റെ പരിമിതികൾ എന്തൊക്കെയാണ്? പരിമിതികൾ ഏതൊക്കെയാ? ഒന്ന്, എല്ലാം ഒരേ ക്വാളിറ്റി ഉള്ളതായിരിക്കണം, ഗുണമേന്മയായിരിക്കണം, ഒരേ ക്വാണ്ടിറ്റി ആയിരിക്കണം, ഒരേ സൈസിലുള്ളതായിരിക്കണം. അതുപോലെ തന്നെ എന്തായാലും ടേസ്റ്റ്, വരുമാനം മാറാൻ പാടില്ല. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിരിക്കണം, ഉപയോഗം തുടർച്ചയുള്ളതായിരിക്കണം. ഈ പോയിന്റുകളാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, കൃത്യമായിട്ട് പഠിക്കാനുള്ളത്. കൂടാതെ ഇവിടുന്ന് ഏറ്റവും കൺഫേം ആയിട്ട് വരാൻ പറ്റുന്ന ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകണം. ഏറ്റവും നിങ്ങൾ പ്രതീക്ഷിക്കാവുന്ന, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടുന്ന് ഏതെങ്കിലും കുറച്ച് പ്രശ്നങ്ങൾ തരാം, 1-2 ആളുകളുടെ പേരുകളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങളായിരിക്കും തരുന്നുണ്ടായിരിക്കാം. ആ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അതിനെ എങ്ങനെ സോൾവ് ചെയ്യും? ഉദാഹരണം, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണ്, വിദ്യാഭ്യാസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, UGC AICTE സ്റ്റേറ്റ് ബോർഡിൽ കംപ്ലൈന്റ് പറയണം, ദെൻ കൺസ്യൂമർ ഫോറത്തിൽ കംപ്ലൈന്റ് പറയണം, പിന്നെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കംപ്ലൈന്റ് കൊടുക്കുക, ദെൻ കോൺടാക്ട് ദ എഡ്യൂക്കേഷൻ മിനിസ്ട്രി ആണ് പഠിച്ചിട്ടുള്ളത്. അതേസമയം ഹെൽത്ത് കെയറും ആരോഗ്യവും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. സ്റ്റേറ്റ് ഓർ നാഷണൽ ഗ്രീവൻസ് കൗൺസിൽ പോർട്ടൽ വഴി നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലൈന്റ് കൊടുക്കുക. ഹെൽത്ത് ഡയറക്ടർക്ക്, ആരോഗ്യ വിഭാഗം ഡയറക്ടർക്ക് പരാതി കൊടുക്കുക. ഇതിന് വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഗുരുതരമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അഥവാ പൊതു താല്പര്യ ഹർജി നമ്മൾ എന്ത് ചെയ്യണം, ഫയൽ ചെയ്യണം. ആരോഗ്യ സേതു ആപ്പ് വഴിയും നമ്മൾ എന്ത് ചെയ്യാം, പരാതി പറയാം. പിന്നീട് ഓൺലൈൻ തട്ടിപ്പുകളും മറ്റു തട്ടിപ്പുകളും എല്ലാം തന്നെ മക്കൾ എന്ത് ചെയ്യാം, ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കാം. മേ ബി പരീക്ഷയ്ക്ക് ചോദിക്കാം, ബാങ്കോ ഓൺലൈൻ തട്ടിപ്പുകളോ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. എന്നാൽ മണി ആൻഡ് എക്കോണമി, പണവും സമ്പദ് വ്യവസ്ഥയും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് മണി, പണത്തിന്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നതാണ്. 4 ധർമ്മങ്ങളുണ്ട്. മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, വിനിമയ ഉപാധിയാണ്. മെഷർ ഓഫ് വാല്യൂ, മൂല്യം അളക്കുന്നതിന്റെ ഉപാധിയാണ്. മീൻസ് ഓഫ് ഡെഫേർഡ് പേയ്മെന്റ്, ഭാവിയിലെ കൊടുക്കൽ വാങ്ങലുകളുടെ ഉപാധിയാണ്. സ്റ്റോർ ഓഫ് വാല്യൂ, മൂല്യ ശേഖരണ ഉപാധിയാണ്. ഇവയെല്ലാം തന്നെ പണത്തിന്റെ ഫങ്ഷൻസ് ആണ്, ധർമ്മങ്ങളാണ്. 4 ഫങ്ഷൻസ് ആണ്. 4നെയും കൃത്യമായിട്ട് മക്കൾ എന്തിനാണ് ശ്രദ്ധിച്ചു വെക്കണം. നമ്മൾ റിസർവ് ബാങ്കിലേക്ക് വരുന്ന സമയത്ത്, RBI യിലേക്ക് വരുന്ന സമയത്ത് റിസർവ് ബാങ്ക് ഫംഗ്ഷൻസുകളിൽ ഏറ്റവും കൂടുതലായിട്ട് മക്കൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് കൺട്രോളിംഗ് ക്രെഡിറ്റ്. കൺട്രോളിംഗ്
ക്രെഡിറ്റ് എന്ന് പറയുന്ന ഭാഗം, എന്ന് വെച്ചാൽ വായ്പ നിയന്ത്രിക്കുക എന്ന് പറയുന്ന ഭാഗം കൃത്യമായിട്ട് മക്കൾ ശ്രദ്ധിച്ചു വെച്ചിരിക്കാം. റിപ്പോ റേറ്റിനെയും റിവേഴ്സ് റിപ്പോ റേറ്റിനെയും കൃത്യമായിട്ട് പഠിപ്പിക്കാൻ പരീക്ഷയ്ക്ക് വരാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതിന്റെ ഡീറ്റെയിലുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മാരത്തോണുകളിൽ ഡിസ്കസ് ചെയ്യും. മാരത്തോണുകളിൽ മക്കൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക. ഇതിന്റെ ഏതെങ്കിലും കാര്യങ്ങൾ മക്കൾക്ക് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലായിട്ടില്ല, പറഞ്ഞ കാര്യങ്ങൾ അവിടെ ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മാരത്തോണുകളിൽ മക്കൾ ഉണ്ടായിരിക്കണം. എന്നാൽ ഇത് ചെയ്യും, ആ മാരത്തോണുകളിൽ നമ്മൾ ഇതിന് ഈ പറയുന്ന ഭാഗത്തിന്റെ എല്ലാത്തിനെയും എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം വളരെ ഷോർട്ടായ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് തരും. സോ മക്കൾ മറന്നു പോകരുത്. അപ്പോൾ RBIയുടെ കാര്യം പഠിച്ചു വെക്കണം. ദെൻ കൊമേഴ്ഷ്യൽ ബാങ്കിലേക്ക്, വാണിജ്യ ബാങ്കിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യണം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റുകൾ, നമ്മുടെ 4 ടൈപ്പ് ഡെപ്പോസിറ്റുകളില്ലേ, സേവിംഗ് ഡെപ്പോസിറ്റ് അഥവാ സമ്പാദ്യ നിക്ഷേപം, അതുപോലെ തന്നെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് സ്ഥിര നിക്ഷേപം എന്ന് പറയും, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ കറണ്ട് ഡെപ്പോസിറ്റ് അഥവാ നമ്മൾ കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് നിക്ഷേപം തന്നെയാണ് പറയാറുള്ളത്. അതുപോലെ തന്നെയാണ് റിക്കവറിംഗ് ഡെപ്പോസിറ്റ്, പ്രചലിത നിക്ഷേപം എന്ന് പറയുന്ന, ആവർത്തിത നിക്ഷേപം എന്ന് പറയുന്നത്. ഈ 4 ടൈപ്പ് ഡെപ്പോസിറ്റുകളും അവയുടെ പലിശ വരാനുള്ള റീസൺസുകളും കാര്യങ്ങളും മക്കൾ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കാം. then അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുകയാണ്, ഇന്ത്യൻ എക്കണോമി ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചയും പരിവർത്തനവും എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിന് മക്കൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് 2 ഏരിയാസ് ആണ്. ഒന്ന് എക്കണോമിക് ഗ്രോത്തും, രണ്ടാമത്തെ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും. സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ, എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ഗണപരമായിട്ടുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ GDPയിലെ ഗ്രോത്ത് എന്ന് വെച്ചാൽ നമ്മുടെ വാല്യൂസിൽ നമ്പറുകളിൽ വരുന്ന വളർച്ചയെ വിളിക്കുന്ന പേരാണ് നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. അത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിലേക്ക്, മനുഷ്യന്റെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതിനെ വിളിക്കുന്ന പേരാണ്, ക്വാളിറ്റേറ്റീവ് ചേഞ്ചുകളെ വിളിക്കുന്ന പേരാണ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെന്റിനെ നമ്മൾ മെഷർ ചെയ്യുന്ന രീതികൾ കൃത്യമായിട്ട് മക്കൾ പഠിച്ചു വെക്കണം. അവയാണ് നമ്മൾ ഏതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. എക്കണോമിക് ഡെവലപ്മെന്റ് കാര്യത്തിൽ ഒന്നാമത്താണ് HDI എന്ന് പറയുന്ന ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. മാനവ വികസന സൂചിക എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഹെൽത്തിനെ കുറിച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കും, അതുപോലെ തന്നെ എന്താണ് നോളജ് എഡ്യൂക്കേഷനെ കുറിച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കും, അതുപോലെ തന്നെ ഇൻകത്തിനെ കുറിച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കും. അവയാണുള്ളത്. അതേസമയം PQLA എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഭൗതിക ജീവിത ഗുണമേന്മ സൂചികയാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രധാനമായിട്ട് കൊടുക്കുന്നത് നമ്മൾ ഏതിനൊക്കെയാണ്, ഒന്നാമതായിട്ട് കൊടുക്കാറുള്ളത് നമ്മൾ ലിറ്ററസി റേറ്റ് അഥവാ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന് കൊടുക്കും. മോർട്ടാലിറ്റി അഥവാ നമ്മൾ എന്താണ്, മരണത്തെ, നമ്മളെ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് അഥവാ ശിശു മരണ നിരക്കിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ലൈഫ് എക്സ്പെക്ടൻസി, ആയുർദൈർഘ്യത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതാണ് ഈ 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പോരായ്മയും കൂടെ മക്കൾ ശ്രദ്ധിച്ചു വെച്ചേക്കണം. അവിടെ ഏതില്ല, പ്രതിശീർഷ വരുമാനം അഥവാ നമ്മൾ എന്തില്ല, പെർ ക്യാപിറ്റ ഇൻകത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നേ ഇല്ല. വരുമാനത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാത്ത ഒരു വിഭാഗമാണ് ഇത് ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഭൗതിക ജീവിത ഗുണമേന്മ സൂചിക എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും അവസാനത്താണ് സുസ്ഥിര വികസന സൂചിക എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഇൻഡെക്സ് എന്ന് പറയുന്നത്, SDGI എന്ന് പറയുന്നത്. നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസുകളുടെ അത് നീതി ആയോഗ് ആണെന്ന് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതിന്റെ എല്ലാ ഗോൾസിനെയും നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തരം തിരിച്ചിട്ട് ആ 3 കാറ്റഗറിയും അവയെ നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇതിന്റെ ഭാഗം എന്ന് പറയുന്നത്. ഇത് ഏറ്റവും അവസാനമായിട്ട് ഒരു ചാപ്റ്ററും കൂടെ നമുക്ക് പഠിക്കാം, ടുവേർഡ്സ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. ഇതിലേക്ക് മക്കൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഭാഗം ഈ 4 ഏരിയാസ് തന്നെയാണ്. നമ്മൾ റിസോഴ്സിനെ 4 രീതിയിൽ തരംതിരിക്കാം. ബേസ്ഡ് ഓഫ് ദ ഒറിജിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഏതൊക്കെയാണ് തരംതിരിച്ചത്, ഒറിജിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ബയോട്ടിക്കും അബിയോട്ടിക്കും എന്ന് പറഞ്ഞാൽ, അഥവാ നമ്മൾ എന്താണ് മലയാളത്തിൽ പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ ജൈവ വിഭവങ്ങളും അജൈവ വിഭവങ്ങളും എന്ന് പറഞ്ഞാൽ തരംതിരിച്ചു. ബേസ്ഡ് ഓഫ് ദ റിന്യൂവബിലിറ്റി, പുനഃസ്ഥാപന ശേഷിയുടെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, റിന്യൂവബിൾ റിസോഴ്സും നോൺ റിന്യൂവബിൾ റിസോഴ്സും പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്തു. അതേസമയം ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥതയുടെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഈ പേഴ്സണൽ റിസോഴ്സ് അഥവാ വ്യക്തിഗത വിഭവങ്ങളുടെ കമ്മ്യൂണിറ്റി റിസോഴ്സ് അഥവാ നമ്മൾ എന്താണ് കമ്മ്യൂണിറ്റി റിസോഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മലയാളം എന്താ ഇതിന്റെ വാക്ക്, സാമൂഹിക വിഭവങ്ങളുടെ നാഷണൽ റിസോഴ്സ്, ദേശീയ വിഭവങ്ങളുടെ ഇന്റർനാഷണൽ റിസോഴ്സ്, അന്തർദേശീയ വിഭവങ്ങളുടെ. ഏറ്റവും അവസാനത്തെ സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെന്റ്, അതിന്റെ വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ പൊട്ടൻഷ്യൽ റിസോഴ്സും ഡെവലപ്ഡ് റിസോഴ്സും എന്ന് പറഞ്ഞിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അവയിൽ ഏതെങ്കിലും ഒന്ന് ഡാം കൺഫേം പറയാണ് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. മിനറൽസിന്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് മെറ്റാലിക് മിനറൽസും നോൺ മെറ്റാലിക് മിനറൽസിനെയും പഠിച്ചു വെക്കാം. അതിൽ മക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ കുറച്ച് മെറ്റൽസുകളും അവയുടെ യൂസസും പഠിച്ചു വെക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു ലോഹം നമുക്ക് തരാം, അവയുടെ ഉപയോഗം എന്താണെന്ന് ചോദിക്കാം. ഇരുമ്പ് അറിയാലോ, നമ്മുടെ വീട്ടിലെ പാത്രങ്ങൾ ഉണ്ടാക്കാനും നമ്മളെ നമ്മൾ എന്താണ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിനും മെഷീനുകൾ ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ടൈറ്റാനിയം ആണെങ്കിൽ എയർക്രാഫ്റ്റ്, വിമാനങ്ങൾ, ജെറ്റ്, അതുപോലെ തന്നെ ബഹിരാകാശ സാധനങ്ങളൊക്കെ നിർമ്മിക്കാനാണ്. സ്വർണം എന്തിനാണ്, നമ്മൾ ആഭരണങ്ങൾക്ക്, ഇലക്ട്രോണിക്സിലും മറ്റൊക്കെ ഉപയോഗിക്കാറുണ്ട്. അലൂമിനിയം ആണെങ്കിൽ പാത്രങ്ങൾ ഉണ്ടാക്കാം, പാക്കേജിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം, ട്രാൻസ്പോർട്ടേഷൻ മറ്റ് സൗകര്യങ്ങൾക്കെല്ലാം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കോപ്പർ ആണെങ്കിൽ പാത്രങ്ങൾ, യൂട്ടൻസിൽസുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. കോപ്പർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറ് ഇലക്ട്രിക്കൽ വയറുകൾ ഉണ്ടാക്കാനാണ്. സോ ഇലക്ട്രോണിക്സ് ആക്ടിവിറ്റികൾ
മെറ്റലാണ് കോപ്പർ ചെമ്പ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു വെക്കുക കൽക്കരിയെ കുറിച്ച് പഠിച്ചു വെക്കണം. കൽക്കരി വളരെ പ്രധാനപ്പെട്ട ഒരു ഫോസിൽ ഫ്യൂൽ ആണെന്ന് പഠിച്ചു വെക്കുക. അത് എന്ത് ചെയ്യുന്നു, പ്ലാന്റ്സിന്റെ റിമൈൻസ് എന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഹൈ കാർബൺ കണ്ടന്റ് ധാരാളമായിട്ടുണ്ട്. ബ്ലാക്ക് ഓർ ബ്രൗൺ കളറിലാണ് കൽക്കരി ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ് പെട്രോളിയം എന്ന് പറയുന്നത്. പെട്രോളിയം എന്ന് പറഞ്ഞാൽ ഇസ് ആൾസോ ഫോസിൽ ഫ്യൂൽ ആണ്. അത് ഹ്യൂമൻസിന്റെ എന്താണ്, ഹ്യൂമൻസ് ആൻഷ്യൻ ടൈംസ് പണ്ട് മുതലേ യൂസ് ചെയ്ത് വരുന്ന കാര്യമാണ്. നാച്ചുറൽ ഗ്യാസിനെ പോലെ നമ്മൾ വർഷിപ്പ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ നമ്മൾ പെട്രോളിയത്തിൽ തന്നെ വിളിക്കുന്ന 2 പേരുകളുണ്ട്, റോക്ക് ഓയിലും ബ്ലാക്ക് ഗോൾഡും. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. റോക്ക് ഓയിൽ മലയാളത്തിൽ അല്ലെങ്കിൽ ശിലാതൈലം എന്നാണ് വിളിക്കാറുള്ളത്. അതുപോലെ തന്നെ ബ്ലാക്ക് ഗോൾഡ് എന്ന് പറഞ്ഞാൽ കറുത്ത സ്വർണ്ണം എന്നും നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്, നമ്മളെ പെട്രോളിയത്തെ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇൻ ദ ചേഞ്ചിങ് ഓഫ് എർത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, അവിടെ മക്കളാണെങ്കിൽ എർത്ത്ക്വേക്കിനെ പഠിച്ചു വെച്ചേക്കുക. വോൾക്കാനിക് എറപ്ഷനും ഹ്യൂമൻ ലൈഫിന് എങ്ങനെയാണ് യൂസസ് ആവുന്നത് പഠിച്ചു വെക്കുക. എൻഡോജനിക് മൂവ്മെന്റും എക്സോജനിക് മൂവ്മെന്റും പഠിച്ചു വെച്ചേക്കാം. സോ കൃത്യമായിട്ട് നമ്മുടെ ജോഗ്രഫിയുടെ ഭാഗത്ത് നമ്മൾ ഏറ്റവും നിർബന്ധമായിട്ടും, ഇത് മാത്രം വരും എന്നല്ല ഞാൻ നിങ്ങളോട് പറയാം, നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചേക്കുക. ഇതിൽ ഏതെങ്കിലും അറിയില്ല എങ്കിൽ മക്കളെ ഇപ്പൊ തന്നെ പുസ്തകം എടുത്തോ, വായിച്ചു തുടങ്ങിക്കോ. ഇപ്പൊ തന്നെ പുസ്തകം എടുത്ത് വായിച്ചു തുടങ്ങിക്കോ. ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും അവസാനമായിട്ട് 17 ചാപ്റ്ററുകളാണ് നമുക്ക് റിവൈസ് ചെയ്യാനുള്ളത്. ഈ 17 ചാപ്റ്ററുകൾ നിങ്ങൾ ഇന്ന് ഇരുന്നാൽ തീരാൻ സാധ്യത കുറവല്ലേ. ബട്ട് ഇന്ന് നമ്മുടെ കൂടെ ഇരുന്നോ, വളരെ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടുന്ന് വരുന്ന ഓരോ പുതിയ പാറ്റേൺ ഓഫ് ചോദ്യങ്ങളെ വെച്ചുകൊണ്ട് തന്നെ നമ്മളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്തിരും. നമ്മുടെ മെഗാ മാരത്തോണിൽ 7:30 മക്കളെല്ലാവരും നിർബന്ധമായിട്ടുണ്ടായിരിക്കാം. 17 ചാപ്റ്ററുകൾ നമ്മൾ അവിടെ സെറ്റാക്കും. നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവില്ലേ? ഉണ്ടാവുന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ നിങ്ങൾ കമന്റ് ചെയ്തോടാ.